ഇരിക്കൂ. ഞാനാ അങ്ങയോട് ഫോണിൽ സംസാരിച്ച ബിഷപ്പ് വർഗീസ് പുത്തമ്പുരയ്ക്കൽ. ഡ്രാക്കുള എന്ന ഭീകര പിശാച് റുമേനിയയിൽ നിന്നും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എത്തിയിരിക്കുന്നുവെന്ന് അങ്ങ് പറഞ്ഞത് ശരിയാ. പക്ഷേ അതിൽ ഞെട്ടിക്കുന്നൊരു വിവരമാണ് ഞാനിപ്പോൾ കണ്ടത്. ഇവിടെ വന്ന് എന്നിൽ നിന്നും മന്ത്രതന്ത്രങ്ങൾ പഠിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ ശരീരത്തിലാണ് ആ രക്തരക്ഷസ് ഇപ്പോൾ കുടിയേറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സൂര്യമൂർത്തി മനയുടെ ശക്തിയെപ്പോലും ഭേദിക്കാൻ അവന് കഴിഞ്ഞത്. ബെന്നി, ഗിവ് ഇറ്റ്. ഈ ഫോട്ടോയിൽ കാണുന്ന മിസ്റ്റർ റോയി ആണോ അങ്ങയുടെ അടുത്ത് മന്ത്രതന്ത്രങ്ങൾ പഠിക്കാൻ വന്ന ചെറുപ്പക്കാരൻ? അതെ, ഇയാൾ ഇന്ന് നിങ്ങൾ പറയുന്ന ഡ്രാക്കുളയാണ്. ഇവിടെ നിന്ന് 40 നാഴിക അകലെയുള്ള ഇയാളുടെ ആവാസ കേന്ദ്രത്തിലേക്കാണ് താരയുടെ ശരീരം മാറ്റിയിരിക്കുന്നത്. ഞാൻ ഈ റോയുടെ സഹോദരനാണ്, ബെന്നി തോമസ്, ഇവിടുത്തെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ. അങ്ങയുടെ അടുത്ത് വന്നിട്ടുള്ള കാര്യവും അങ്ങയുടെ ശിഷ്യനാണെന്നുള്ള കാര്യം എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബെന്നിയുടെ സഹോദരൻ റോയി 1 മാസത്തിനു മുമ്പ് റുമേനിയയിലുള്ള ഡ്രാക്കുള കോട്ട സന്ദർശിക്കാൻ പോയിരുന്നു. എനിക്കറിയാം, ഇയാൾ അവിടെ നിന്ന് എന്നോട് ഫോണിൽ സംസാരിച്ചിരുന്നു. ഡ്രാക്കുളയുടെ ആത്മാവിനെ ആവാഹിച്ച് തിരികെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു. നോ, ഇയാളെ എനിക്കറിയാം. നിങ്ങൾ പറയുന്ന ആളല്ലേ ഇത്? വിദേശത്ത് നിന്നും ഇവിടെ താമസിക്കുന്ന വില്യം ഡിസൂസയാണിത്. വില്യം ഡിസൂസ? ഓ, ഇത് മറ്റൊരു ഡ്രാക്കുള കോട്ട പോലെയുണ്ടല്ലോ. കേട്ടോ തിരുമേനി, ഒരു ചരിത്ര രേഖകളിലും കാണാത്ത ഒന്നാണ് ആ വാമ്പയർ മറ്റൊരു ശരീരത്തിൽ കയറുക എന്നുള്ളത്. സൂര്യൻ അസ്തമിക്കാൻ ഇനി 1 മണിക്കൂറേ ബാക്കിയുള്ളൂ. ഇരുട്ടിയാൽ പിന്നെ അപകട സാധ്യത വളരെ കൂടുതലാണ്. നമുക്കേതായാലും അകത്തേക്ക് കിടക്കാം. ആരും മനോധൈര്യം കൈവിടരുത്. പോലീസ് ഫോഴ്സിന്റെ ഹെൽപ്പ് എല്ലാം വേണ്ടി വരുമോ സർ? കൊള്ളാം, ഇന്നലെ നടന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും അവർ വിശ്വസിച്ചില്ല. പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പോൾ റോബിൻസൺ പറയുന്നത്. കം. ഡോക്ടർ, നമ്മൾ ഒറ്റയ്ക്കകത്തേക്ക് കയറണോ? പേടിക്കണ്ട ഓഫീസർ, ഞാനില്ലേ കൂടെ. കമോൺ. തുറക്കാൻ, വാതിൽ തുറക്കാനാ പറഞ്ഞത്. അമ്മാവാ, ആരാത്? വാതിൽ തുറക്കാൻ. Yeah.